കാൽക്കുലേഷൻസ് കുറവ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം. അതർവൈസ് രണ്ട് മെത്തേഡും ഈക്വലി ബെസ്റ്റാണ്, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, the income of A is 60% less than B and the expenditure of A is equal to 60% of B's expenditure. If A's income is equal to 70% of B's expenditure, then what is the ratio of savings of A and B? ഓക്കെ, റേഷ്യോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്താ പറയുക, ആ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിൽ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ ഓൾറെഡി കുറച്ച് ടൈപ്സ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ക്വസ്റ്റ്യനും ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ക്വസ്റ്റ്യനാണ്. ലെറ്റ്സ് സീ. നോക്കിക്കോളൂ, തന്നിട്ടുണ്ട് എയുടെ ഇൻകവും അതേപോലെ ബി ലെസ് ദാൻ ബി ആണ്, ലെസ് ദാൻ ഇൻകം ഓഫ് ബി ആണ് അല്ലേ. ഓക്കെ, എയുടെ ഇൻകവും ബിയുടെ ഇൻകത്തിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. എയുടെ ഇൻകം എന്ന് പറയുന്നത് ബിയുടെ ഇൻകത്തിനേക്കാളും 60% കുറവാണ്. സോ 60 എന്ന് പറയുമ്പോൾ നമ്മുടെ റേഷ്യോ 3/5 ആണ്. നമ്മളിവിടെ എ എന്ന് പറയുന്ന ആളുടെ ഇൻകത്തിനെ ബിയുടെ കൂടെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഡിനോമിനേറ്റർ. 60% കുറവാണ്. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 - 3 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇത് ഇൻകമാണ്. ഇങ്ങനെ എക്സ്പെൻഡിച്ചറിലേക്ക് വരുന്നു. എയുടെ ഇൻകം എന്ന് പറയുന്നത് ബിയുടെ ഇൻകത്തിൻ്റെ 60%-ന് ഈക്വൽ ആണ്. സോ 60% ഇവിടെ 5 ആണ്. ന്യൂമറേറ്റർ ആസ് സച്ച് നമ്മൾ എഴുതുന്നു 3 ആണ്. വേറൊരു കാര്യം തന്നിട്ടുണ്ട്, ഇൻകം ഓഫ് എ ഈസ് ടു എക്സ്പെൻഡിച്ചർ ഓഫ് ബി അല്ലേ. യെസ്, ഇൻകം ഓഫ് എ എന്ന് പറയുന്നത് ബിയുടെ എക്സ്പെൻഡിച്ചറിൻ്റെ 70% ആണ്. 7/10 ആണ്. സോ ഇഫ് ബിയുടെ എക്സ്പെൻഡിച്ചർ 7 ആണെങ്കിൽ എയുടെ ഇൻകം 7 ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? എയുടെ ഇൻകം 7 ആയിരിക്കണം, ബിയുടെ എക്സ്പെൻഡിച്ചർ 10 ആയിരിക്കണം. സോ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ വാല്യൂസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇവിടെ 7 ആക്കണമെങ്കിൽ എനിക്ക് 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 7 ആക്കണമെങ്കിൽ എനിക്ക് 7/2 കൊണ്ട് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇനി ഇവിടെ നോക്കിക്കോളൂ, എൻ്റെ എക്സ്പെൻഡിച്ചറിനെ എനിക്ക് 10 ആക്കണം. ആരുടെ എക്സ്പെൻഡിച്ചറിനെ? ഇവിടെ എനിക്ക് ആരുടെ ഇൻകമാണ് 7 ആക്കേണ്ടത്? എയുടെ ഇൻകമാണ്. സോ ഇവിടെ 2 ആണ്. ഞാൻ 7/2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ 2 ക്യാൻസൽ ആവും. നമ്മൾ തൊട്ട് മുമ്പ് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. 2 ക്യാൻസൽ ആവുമ്പം എനിക്ക് 7 കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ കേസിൽ എനിക്ക് ബിയുടെ എക്സ്പെൻഡിച്ചർ ആണ് 10 ആക്കേണ്ടത്. സോ 10 ആക്കാൻ ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ 10 ആക്കണമെങ്കിൽ 10/5 അല്ലേ. ഓക്കെ, 10/5 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ആവും. അപ്പോൾ ഈ 5 ക്യാൻസൽ ആവും, 2 5ഉം ക്യാൻസൽ ആവും. സോ എനിക്ക് അവിടെ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് പറയാം 2 കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 10/5 എന്ന് പറയുമ്പോൾ അത് 2 ആണ്. ഓർ എൽസ് അഗൈൻ മൾട്ടിപ്ലൈ ബൈ 2. സോ ഞാനിത് സോൾവ് ചെയ്യാൻ പോവാണ്. എ എന്ന് പറയുന്ന ആളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്കിവിടെ 7 കിട്ടും. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ 35/2 എന്ന് കിട്ടും അല്ലേ. ഇവിടെ എന്ത് കിട്ടും? 35/2 എന്ന് കിട്ടും. അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 6 കിട്ടും. ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടും. ഇവിടെ 6 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ?
ഓക്കെ, ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവരുടെ സേവിങ്സിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവരുടെ രണ്ടുപേരുടെയും സേവിങ്സിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എയുടെ ഇൻകം ആണ്, ഇത് എയുടെ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് ബിയുടെ ഇൻകം ആണ്, ഇത് ബിയുടെ എക്സ്പെൻഡിച്ചർ ആണ്. നോക്കിക്കോളൂ. അപ്പോൾ എയുടെ സേവിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 7 - 6 ആണ്. ഇത് ആരുടെയാണ്? എയുടെ. അതേപോലെ ബിയുടെ സേവിങ്സ് എന്താണ്? 35/2 -10 ആണ്. ക്ലിയർ ആയോ? 35/2 -10 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? 7 - 6 ചെയ്യുമ്പം എനിക്ക് 1 കിട്ടും. 35/2 -10 എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, 35/2 - 20/2 എന്ന് എഴുതാം. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 15/2 എന്ന് കിട്ടും. സോ 1 എൻ്റെ എന്താ പറയുക, എൻ്റെ എയുടെ സേവിങ്സ് A/B എന്ന് പറയുമ്പോൾ 1:15/2 ആണ്. ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2:15. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മൈ സേവിങ്സ്? 2:15. ക്ലിയർ ആയോ? എൻ്റെ സേവിങ്സിൻ്റെ റേഷ്യോ എന്താണ്? 2:15 ആണ്. ക്ലിയർ ആയല്ലോ? സോ ഇങ്ങനെ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻകം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ കുറേ ചോദിക്കാറുണ്ട്. സോ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് 2 ഇൻഡിവിജ്വൽ റേഷ്യോസ്, അതായത് 2 സെപ്പറേറ്റ് ആയ റേഷ്യോസ് തന്ന ഈ ഒരു അഡ്ജസ്റ്റ്, ഇത് നമ്മൾ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നോക്കിക്കോളൂ. ഇതിൽ നമുക്ക് 3 കാര്യങ്ങൾ, മിനിമം 3 കാര്യങ്ങൾ തന്നിട്ടുണ്ടാകും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഇൻഡിവിജ്വലായ കാര്യങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടാകും. 2 ഇൻഡിവിജ്വൽ റേഷ്യോസ്, സേ ഫോർ എക്സാമ്പിൾ X:Y, A:B എന്ന് 2 റേഷ്യോസ് നമുക്ക് തന്നിട്ടുണ്ടാവും. മൂന്നാമതൊരു റേഷ്യോ തന്നിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഈ എക്സിനെയും എയിനെയും കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സിനെയും ബിയിനെയും കണക്ട് ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ വൈനെയും എയിനെയും കണക്ട് ചെയ്യുന്നത്, വൈനെയും ബിയിനെയും. ചുരുക്കി പറഞ്ഞാൽ മൊത്തം മിനിമം 3 റേഷ്യോസ് തന്നിട്ടുണ്ടാവും. ആദ്യം നമുക്ക് 2 ഇൻഡിവിജ്വൽ ആയെന്നെങ്കിലും ഒരു റേഷ്യോസ് തന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ റേഷ്യോ ഈ ആദ്യത്തെ റേഷ്യോയിലെ ഒരു വാല്യൂവും രണ്ടാമത്തെ റേഷ്യോയുടെ വേറൊരു വാല്യൂവും തമ്മിലുള്ള, അവർ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. 2 റേഷ്യോയിലുള്ള 2 എലമെൻറ്റ്സ് എടുത്തിട്ട്, അല്ലെങ്കിൽ 2 വാല്യൂസ് എടുത്തിട്ട് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാം 99% നമ്മൾ അവിടെ ഏത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏത് ടെക്നിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്? റേഷ്യോ അഡ്ജസ്റ്റിംഗ് ടെക്നിക്കാണ്. റേഷ്യോ മറ്റേതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുവാണ്? റേഷ്യോയിലുള്ള വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ എവിടെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് ഈ ഒരു റേഷ്യോ അഡ്ജസ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. ചിലർക്ക് ഇത്തരം മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അറിയാം. അതായത് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടെക്നിക്കിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവും. പക്ഷേ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലാണ് ഇത്തരം മെത്തേഡ്സ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 ലീനിയർ ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. അതിലുള്ള 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ ആ 2 ലീനിയർ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യേണ്ട രീതിയിലാണെങ്കിൽ നമുക്ക് അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. റേഷ്യോ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുക? ഈ ഒരു ടെക്നിക്ക് നമുക്ക് 2 റേഷ്യോസ് തന്നിട്ടുണ്ട്. മൂന്നാമതൊരു റേഷ്യോ, ഈ 2 റേഷ്യോസിലെയും ഏതെങ്കിലും 2 വാല്യൂസ് കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? റേഷ്യോ അഡ്ജസ്റ്റ്മെൻറ്റ്, ആ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഓക്കെ. Let's move on to the next question. The ratio of Radha's expenses and savings is 17:11. The ratio of Shyam's total income and savings is 37:12.
if Radha's income increases by 14.28% and Shyam's expenses increases by 20%, then Radha's new income and Shyam's new expense ratio is 64:45. Sum of Radha's and Shyam's new income is 40,630 rupees. What is the difference between their initial incomes? Okay, yes. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യണേ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ്റെ മീനിങ് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് പേരുടെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്ന് രാധയാണ്, രണ്ടാമത്തെ ആള് ശ്യാമാണ് അല്ലേ? യെസ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എക്സ്പെൻസ്. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻകം തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, സേവിങ്സിൻ്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ എന്തായാലും ഇത് രാധ, ഇച്ചിരി നീക്കി എഴുതി. ഇവിടെ രാധ, പിന്നെന്താണ്, രാധയുടെ ഇൻകം ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്, സേവിങ്സ് ഉണ്ട്. പിന്നെ ആരാണ്? പിന്നെ രണ്ടാമത്തെ ആളാണ് ശ്യാം അല്ലേ? അതേപോലെ ശ്യാമിൻ്റെ ഇൻകം ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്, സേവിങ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. The ratio of Radha's expenses and savings. രാധയുടെ എക്സ്പെൻസിൻ്റെയും സേവിങ്സിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 17ഉം 11ഉം അല്ലേ? നമുക്കറിയാം സേവിങ്സ് എന്ന് പറയുന്നത് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. യെസ്, ഹിയർ യു ആർ പ്രൊവൈഡഡ് വിത്ത് ദി എക്സ്പെൻസ് ആൻഡ് സേവിങ്സ് റേഷ്യോ അല്ലേ? എക്സ്പെൻസിൻ്റെയും സേവിങ്സിൻ്റെയും റേഷ്യോ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ ഇൻകം എന്തായിരിക്കും? ഇവന്മാർ രണ്ടുപേരെയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇൻകം. ക്ലിയർ ആയോ? ഇനി രണ്ടാമത് എന്താണ്? റേഷ്യോ ഓഫ് ഷ്യാംസ് ടോട്ടൽ ഇൻകം ആൻഡ് സേവിങ്സ്. ഷ്യാമിൻ്റെ ഇൻകവും അതേപോലെ സേവിങ്സും തന്നിട്ടുണ്ട്. എക്സ്പെൻസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഏരിയ കാലിയാണ്. നമുക്ക് നോക്കാം എക്സ്പെൻസ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇൻകത്തിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്യുമ്പം വിൽ ഗെറ്റ് എക്സ്പെൻസ് അല്ലേ? അപ്പോൾ 37ൽ നിന്ന് 12 പോയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 25 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് രാധാസ് ഇൻകം ഇൻക്രീസസ് ബൈ 14.28%. നോക്കിക്കോളൂ, 14.28% എന്ന് പറഞ്ഞാൽ 1/7 ആണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഇനി നോക്കാം, രാധയുടെ ഇൻകം നമ്മുടെ അവരുടെ ഇനിഷ്യൽ ഇൻകത്തിൻ്റെ 1/7 പാർട്ട് ഇൻക്രീസ് ആവുകയും അതേപോലെ നമ്മുടെ ശ്യാമിൻ്റെ എക്സ്പെൻസ് 1/5 പാർട്ട് ഇൻക്രീസ് ആവുകയും ചെയ്താൽ അവരുടെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 64:45 ആണ്. നമുക്ക് നോക്കാം, രാധയുടെ ഇൻകം എന്താണ്? രാധയുടെ ഇൻകം 28 ആണ്. അതിൻ്റെ 1/7 ഇൻക്രീസ് ആയി. സോ 28 × 1/7 നമുക്ക് എന്ത് കിട്ടും? 28 + 4 = 32 എന്ന് കിട്ടും. either you can solve like this. ഇല്ലെങ്കിൽ നോക്കിക്കോളൂ, നമുക്ക് 1/7 കൂടി അല്ലേ? 1/7 കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനീഷ്യൽ വാല്യൂ 7 ആണെങ്കിൽ ഫൈനൽ വാല്യൂ എന്തായി? 7 + 1 ആണ്. സോ ഇനീഷ്യൽ ടു ഫൈനൽ, ഇത് ഇനീഷ്യൽ ആണ്,
ഇത് ഫൈനലാണ്. അപ്പോൾ ഇനീഷ്യൽ ടു ഫൈനലിൻ്റെ റേഷ്യോ എന്താണ്? 7:8 ആണ്. ഇനീഷ്യൽ ടു ഫൈനലിൻ്റെ റേഷ്യോ 7:8 ആണ്. നമുക്ക് ഇനീഷ്യൽ വാല്യൂ അറിയാം 28 ആണ്. ഇനീഷ്യൽ വാല്യൂ എന്താണ്? 28 ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ 7:8 എന്നുള്ള ഒരു റേഷ്യോക്ക് അനുസരിച്ച് ഇനീഷ്യൽ വാല്യൂ 28 ആണെങ്കിൽ അതിൻ്റെ ഫൈനൽ വാല്യൂ എന്താണ്? 28 എന്ന് പറഞ്ഞാൽ 7x4 ആണ്. സോ ഇവിടെ എനിക്ക് എന്ത് പറയാം? 8x4 ചെയ്യുമ്പം 32 കിട്ടും. ക്ലിയർ ആയല്ലോ? ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ യെസ്, അപ്പോൾ എൻ്റെ ഫൈനൽ ഇൻകം എന്തായി? എൻ്റെ ഫൈനൽ ഇൻകം 32 ആയി. ഓക്കെ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. എക്സ്പെൻസിനെ കുറിച്ചോ സേവിങ്സിനെ കുറിച്ചോ ഒന്നും തന്നിട്ടില്ല. ഇനി നമുക്ക് നോക്കാം. ഷ്യാമിൻ്റെ എക്സ്പെൻസ് ആണ് എന്ത് ചെയ്യുന്നത്? 1/5 പാർട്ട് കൂടുന്നത്. നോക്കിക്കോളൂ, ഷ്യാമിൻ്റെ എക്സ്പെൻസ് 1/5 കൂടി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വാല്യൂ 5 ആണെങ്കിൽ ഫൈനൽ വാല്യൂ 5 + 1 എന്താണ്? 5 + 1 6 ആണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസിലൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇനീഷ്യൽ എക്സ്പെൻസ് 25 ആണ്. 25 എന്ന് പറഞ്ഞാൽ 5x5 ആണ്. സോ 5 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 6x5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടണേ? 30 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു ഭാഗം ഞാൻ മായ്ക്കാം. യെസ്, ഇത്രയും ഭാഗം ഞാൻ മാറ്റുവാണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യേണ്ടത്, അതായത് രാധയുടെ ഇൻകം നമ്മൾ 1/7 നമ്മൾ ഇൻക്രീസ് ചെയ്തു. അതേപോലെ ഷ്യാമിൻ്റെ എക്സ്പെൻസ് നമ്മൾ 1/5 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടി. അതിൻ്റെ റേഷ്യോ അവർ തന്നിട്ടുണ്ട്. 64:45 എന്ന് തന്നിട്ടുണ്ട്. 64:45 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, നോക്കിക്കോളൂ, ഈ 32നെ ഞാനൊരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 32x എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. 32x എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ഇൻകം ആണ്. അതേപോലെ ഇവിടെ ഞാൻ ഈ എക്സ്പെൻസിനെ 30നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എന്താക്കാൻ പോവാണ്? എൻ്റെ ഫൈനൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 30y ആണ്. ഈ 32xും 30yയും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആക്ച്വൽ വാല്യൂസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 32x ഡിവൈഡഡ് ബൈ 30y ആണ് എന്ത്? 64/45. എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്? അവരുടെ ഇനീഷ്യൽ ഇൻകം, രാധയുടെ ഇനീഷ്യൽ ഇൻകത്തിൻ്റെ 14.28% ഇൻക്രീസ് ചെയ്യുകയും ഷ്യാമിൻ്റെ എക്സ്പെൻസിൻ്റെ 1/5 പാർട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയ ആ 2 വാല്യൂസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 64:45 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് വാട്ട് ഈസ് x/y എന്ന്. ഓക്കെ, നോക്കിക്കോളൂ, ഇത് രണ്ടും ക്യാൻസൽ ആവും, ഇവിടെ 2 കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആവും, ഇവിടെ 3 കിട്ടും, ഇവിടെ 2 കിട്ടും. ഈ 2 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 × 2 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3. സോ ഫൈനലി ഐ ഗോട്ട് x/y ഈസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടി അല്ലേ? x/y ഈസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടി. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. നോക്കിക്കോളൂ, ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? x = 4, y = 3 എന്ന് കൺസിഡർ ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുക. x = 4, y = 3 എന്ന് കൺസിഡർ ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുക. എന്താണ് അങ്ങനെ? നമ്മളിപ്പോൾ 2 രീതിയിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഈ ഒരു രീതിയിൽ നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്? നോക്കിക്കോളൂ, ഒരു റേഷ്യോയുടെ പ്രത്യേകത എന്താണ്? ഒരു റേഷ്യോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം മുകളിൽ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും ഞാൻ അതേ 4 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ആ റേഷ്യോ എനിക്ക് അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായാലും നമുക്ക് എന്തറിയാം? അതായത് എക്സിൻ്റെ കൂടെയും വൈയുടെ കൂടെയും നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, എക്സിൻ്റെ കൂടെയും വൈയുടെ കൂടെയും നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും അല്ലേ? ഇപ്പം നമ്മൾ 4 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് 2 സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ആവും. പിന്നെ നമ്മുടെ റേഷ്യോ എന്താണ്? 4/3 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ x/y = 4/3 എന്ന് നമുക്ക് കിട്ടിയതുകൊണ്ട് x = 4, y = 3 എന്ന് കൺസിഡർ ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു പോകാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ രണ്ടാമത്തേത് എന്താണെന്ന് പറഞ്ഞുതരാം.
അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, സം ഓഫ് രാധാസ് ആൻഡ് ശ്യാംസ് ന്യൂ ഇൻകം, രാധയുടെയും ശ്യാമിൻ്റെയും പുതിയ ഇൻകത്തിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. രാധയുടെ പുതിയ ഇൻകം എന്താണ്? 32x ആണ്. അപ്പോൾ 32 × 4 പ്ലസ് ശ്യാമിൻ്റെ ഇൻകം എന്താണ്? ശ്യാമിൻ്റെ ഇൻകം 37y ആണ്. ശ്യാമിൻ്റെ എക്സ്പെൻസിലാണ് മാറ്റം വന്നത്, ഇൻകത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. സോ ശ്യാമിൻ്റെ ഇൻകം എന്താണ്? 37y ആണ്. സോ 37 × 3 = 40630. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇനി 32 × 4 ചെയ്യുമ്പോൾ എനിക്ക് 128 കിട്ടും. പ്ലസ് 37 × 3 ചെയ്യുമ്പം എനിക്ക് 111 എന്ന് കിട്ടും. ദാറ്റ് ഈസ് = 40630. ഓക്കെ, 111 അല്ലേ? യെസ്, കറക്റ്റ് ആണ്. ഇനി ഇവന്മാർ രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 കിട്ടും. 2 + 1 3 കിട്ടും. 239 = 40630 എന്ന് കിട്ടും അല്ലേ? 40630 എന്ന് കിട്ടും. ഞാനിനി വൺസ് പ്ലേസ് കമ്പാരിസൺ മെത്തേഡ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്താണ് ചെയ്യാൻ പോണേ? ഞാനിനി വൺസ് പ്ലേസ് കമ്പാരിസൺ മെത്തേഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ 9 ആണ്, ഇവിടെ 3 ആണ് അല്ലേ? ഇവിടെ ആ 0 തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇവിടെ 9 ആണ്, ഇവിടെ 3 ആണ്. സോ എനിക്കറിയാം 9ൻ്റെ കൂടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 63 കിട്ടുന്നത്. വൺസ് പ്ലേസിൽ 3 കിട്ടുന്നത്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ആദ്യം 7 കൊണ്ട് ചെയ്യാം. നോക്കിക്കോളൂ, ഞാൻ ആദ്യം 7 കൊണ്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്പർ എന്താണ്? ഈ നമ്പർ 4063 ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ആദ്യം 7 കൊണ്ട് ചെയ്യും, പിന്നെ നമ്മൾ 17 കൊണ്ട് ചെയ്യും, കിട്ടിയില്ലെങ്കിൽ നമ്മൾ 27 കൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മുടെ ബാങ്ക് എക്സാമിനേഷനിൽ നമുക്ക് ടൈം കൺസംഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ടൈം മിനിമൽ ടൈം ആയിരിക്കണം. സോ നോക്കിക്കോളൂ, ഇവിടെ ഞാൻ പറയുവാണ് നമ്മൾ 7 കൊണ്ട് ഇവിടെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നോക്കിക്കോളൂ, 7-നേക്കാളും വലിയ നമ്പറാണ് അല്ലേ? 7-നേക്കാളും വലിയ നമ്പറാണ് ഏത്? 10. അപ്പോൾ 239 × 10 ഞാൻ ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 2390 കിട്ടും. 7-നേക്കാളും വലിയ നമ്പറാണ് 10. സോ 239ൻ്റെ കൂടെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അതിന് 2390 എന്നുള്ളൊരു നമ്പറാണ് കിട്ടുന്നത്. അപ്പം ഞാൻ 239നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് വാല്യൂ ആയാലും ആ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 2390 ആയിരിക്കും അല്ലേ? ക്ലിയർ ആയോ? പക്ഷെ എനിക്കിവിടെ കിട്ടേണ്ട വാല്യൂ ഗ്രേറ്റർ ദാൻ 2390 ആണ്. സോ എനിക്ക് ഗസ് ചെയ്യാം, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കും. സോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ട വാല്യൂ 239ൻ്റെ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ട വാല്യൂ എന്തായാലും ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കും. ലോജിക്ക് പിടികിട്ടി? ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ നമുക്ക് ഞാൻ 10 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ എനിക്ക് 2390 എന്ന് കിട്ടി. 7-നേക്കാളും വലിയൊരു നമ്പറാണ് 10. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് 2390 ആണ് കിട്ടിയത്. അപ്പോൾ 10-നേക്കാളും ചെറിയ നമ്പറായ 7 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും ഇറ്റ് വിൽ ബി ലെസ് ദാൻ 2390. പക്ഷേ എനിക്ക് കിട്ടേണ്ടത് എന്താണ്? എനിക്ക് കിട്ടേണ്ടത് 4063 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 2390. സോ ഞാൻ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന നമ്പർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി 17 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 10 + 7 ചെയ്യാം അല്ലേ? ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആഡ് ചെയ്യുന്നു. നോക്കിക്കോളൂ, 63 ആണ്, ബാക്കി 6 ആണ്. 7 3s are 21 + 6 27 ആണ്. ബാലൻസ് 1. 7 × 2 14 16 എന്ന് കിട്ടും. 1673 3 6 ബാലൻസ് 1 10 ബാലൻസ് 1 4063. സോ എനിക്ക് എന്ത് പറയാം? 239ൻ്റെ കൂടെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 4063 കിട്ടണേ. എനിക്ക് കിട്ടാനുള്ളത് എന്താണ്? 40630 ആണ്. സോ ഐ ക്യാൻ സേ ഇവിടെ എനിക്ക് എന്താണ് കിട്ടുക? 170. 1 = 170 എന്ന് കിട്ടും. ക്ലിയർ ആയോ? 239ൻ്റെ കൂടെ 170 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 40630 കിട്ടുന്നത്. സോ 1 എത്രയായിരിക്കും? നമ്മൾ 40630നെ 239 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 170 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി. ഇപ്പോൾ 239ഉം 40630 ഒക്കെ നമുക്ക് വലിയ നമ്പേഴ്സാണ്. നമുക്ക് ടേബിൾസ് ഒന്നും അറിയാൻ പാടില്ലാത്ത നമ്പേഴ്സാണ് അല്ലേ? നമുക്ക് കറക്റ്റായിട്ട് ടേബിൾ ഒന്നും അറിയാൻ പാടില്ലാത്ത നമ്പേഴ്സാണ്.
സോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു രീതിയിലൊക്കെ നമ്പേഴ്സ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് വൺസ് പ്ലേസ് കമ്പാരിസൺ മെത്തേഡ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഗ്രേറ്റർ ദാൻ 10, ഇപ്പോൾ 20 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു നമ്പർ തന്നെ നോക്കിക്കോളൂ. ഈ ഒരു നമ്പറിനെ ഞാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 9 × 2 18, ബാലൻസ് 1 7, 4780 ആണല്ലേ. ഇപ്പം എനിക്കിവിടെ കിട്ടേണ്ടത് എന്താണ്, 40630 ആണ്. 20 കൊണ്ട് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4780 ആണ് കിട്ടണേ. പക്ഷെ അതിനേക്കാളും ചെറിയൊരു വാല്യൂ ആണ് എനിക്ക് കിട്ടേണ്ടത്. സോ 10ൻ്റെയും 20യുടെയും ഇടയ്ക്കുള്ള ഒരു നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാവും ഈ ആൻസർ കിട്ടുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക ലോജിക്കൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ പ്രോബ്ലംസ് ചെയ്തു പോകുമ്പം ഇത്തരം കുഞ്ഞു കുഞ്ഞു ലോജിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു പോവാറുണ്ട്. സോ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, മനസ്സിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത്തരം ലോജിക്കും കാര്യങ്ങളും അപ്ലൈ ചെയ്യേണ്ട ചാൻസസ് വരുമ്പം അത് ഓർത്തെടുത്ത് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ എനിക്ക് അങ്ങനെ 1 = 170 എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്താണ്, ഇനി എനിക്ക് കാണാനുള്ളത് രണ്ടുപേരുടെയും ഇനീഷ്യൽ ഇൻകത്തിൻ്റെ ഡിഫറൻസ് ആണ് എനിക്ക് കാണാനുള്ളത് അല്ലേ. രണ്ടുപേരുടെയും ഇനീഷ്യൽ ഇൻകത്തിൻ്റെ ഡിഫറൻസ് ആണ് എനിക്ക് കാണാനുള്ളത്. നോക്കിക്കോളൂ, 37 × 170 അല്ലേ. 37 × 170 × 4. സോറി 4 അല്ല 3 ആണ്. 37 × 170 × 3 മൈനസ് 28 × 170 × 4. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയോ? സോ ബാലൻസ് ഞാൻ ഇവിടെ രണ്ടിലും 170 ഉണ്ട്. സോ ഞാൻ അതിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. 37 × 3 മൈനസ് 28 × 4 അല്ലേ. 37 × 3 മൈനസ് 28 × 4. 37 × 3 എന്താണ്, 111 ആണ്. മൈനസ് 28 × 4 ചെയ്യുമ്പം യെസ് 28 × 5 എന്താണ്, 28 × 5 140 ആണ്. അപ്പോൾ അതിൽ നിന്നൊരു 28 കുറയ്ക്കാമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 20 പോയാൽ നമുക്ക് 120 കിട്ടും. അതിൽ നിന്നൊരു 8 പോയാൽ നമുക്ക് 112 കിട്ടും. ഓക്കെ, അപ്പോൾ 112 നിന്ന് 111 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. സോ ഇവരുടെ ഇൻകം തമ്മിലുള്ള ഇനീഷ്യൽ ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 170 ആണ്. ഇനീഷ്യൽ ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 170 ആണ്. ക്ലിയർ ആയോ? യെസ്. ഇനി ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. നോക്കിക്കോളൂ, x/y = 4/3 എന്ന് നമുക്ക് കിട്ടി അല്ലേ. യെസ്, നമ്മളിവിടെ എന്താണ് ചെയ്തത്, സിമ്പിളായിട്ട് x = 4 y = 3 എന്ന് എടുത്ത് നമ്മൾ സോൾവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആ ഒരു രീതിയാണ് ബെസ്റ്റ് ആയ ഒരു അപ്രോച്ച്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും സോൾവ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ നിന്ന് ഐദർ x = ഇൻ ടേംസ് ഓഫ് y കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ y = ഇൻ ടേംസ് ഓഫ് x കണ്ടുപിടിക്കുക. അതായത് x = 4/3y എന്ന് കിട്ടും അല്ലേ. x = 4/3y എന്ന് നമുക്ക് കിട്ടും. ഇനി നോക്കിക്കോളൂ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, രണ്ടുപേരുടെയും ഫൈനൽ ഇൻകത്തിൻ്റെ സം എന്ന് പറയുന്നത് 40630 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 32x 37y = 40630. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്കിവിടെ എക്സിന് നമുക്ക് വൈയുടെ ടേംസിൽ എഴുതാം. 32 × 4/3y + 37y = 40630. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? ഇനി ഈ 3നെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ എനിക്ക് എന്ത് കിട്ടും, 32 4y + 37 × 3y ഹോൾ ഡിവൈഡഡ് ബൈ 3 = 40630 എന്ന് കിട്ടും. ഈ ഹോൾ ഡിവൈഡഡ് ബൈ 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ. സോ ഞാൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം × 3. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. ഇനി രണ്ടിലും y ഉണ്ട്. സോ ഞാൻ ആ yനെ കോമൺ ആയിട്ട് എടുക്കുവാണ്. y ഞാൻ കോമൺ ആയിട്ട് എടുത്തു. 32 × 4 + 37 × 3 = 40630 × 3. ക്ലിയർ ആയല്ലോ. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, 128 + 111y
ഇസ് ഈക്വൽ ടു 40630 ഇൻറ്റു 3 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 239y ഇസ് ഈക്വൽ ടു 40630 ഇൻറ്റു 3 എന്ന് കിട്ടും. സോ y ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 170 ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 510. സോ y എന്താണെന്ന് കിട്ടി? y നമുക്ക് 510 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു വൈ ആണ് അല്ലേ? 4/3 ഇൻറ്റു വൈ ആണ്. സോ നോക്കിക്കോളൂ, 4 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു വൈയുടെ വാല്യൂ എന്താണ്? 510 ആണ്. സോ നമുക്കിവിടെ 170 കിട്ടും. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 680 കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ 680 ആണ്. എക്സിൻ്റെ വാല്യൂ 680 ആണ്. വൈയുടെ വാല്യൂ എന്താണ്? വൈയുടെ വാല്യൂ 510 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഇവരുടെ രണ്ടുപേരുടെയും ഇനീഷ്യൽ ഇൻകത്തിൻ്റെ ഡിഫറൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? ഇനീഷ്യൽ ഇൻകത്തിൻ്റെ ഡിഫറൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ 28x മൈനസ് 37y, 28x മൈനസ് 37y ആണ്. 28 ഇൻറ്റു 680 മൈനസ് 37 ഇൻറ്റു 510 അല്ല, ഞാനിതിനെ സിമ്പിളാക്കാൻ പോവാണ്. നോക്കിക്കോളൂ, 28 ഇൻറ്റു 170 ഇൻറ്റു 4 മൈനസ് 37 ഇൻറ്റു 170 ഇൻറ്റു 3. രണ്ടിലും 170 ഉണ്ട്, ഞാൻ കോമൺ ആയിട്ട് എടുത്തു. 28 ഇൻറ്റു 4 മൈനസ് 37 ഇൻറ്റു 3. ഇവിടെ നമുക്ക് 112 മൈനസ് 111 ഇൻറ്റു 170 കിട്ടും. സോ മൈ ആൻസർ ഈസ് 170. ഈ രണ്ട് രീതിയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ആദ്യത്തെ രീതി നിങ്ങൾക്ക് എക്സാമിനേഷൻ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കംഫർട്ടബിളായി ഫീൽ ചെയ്തെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് മെത്തേഡ് ആയാലും കുഴപ്പമില്ല. അഡ്വൈസബിൾ ആയ മെത്തേഡെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണത് ഫസ്റ്റ് മെത്തേഡാണ്. യെസ്, ഓക്കെ. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് ഡിഫറൻസ്? 170 ആണ് ഡിഫറൻസ്. യെസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സുഖമായി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. യെസ്, എ പേഴ്സൺ spent 1/3 of his income on food, clothes and education in the ratio 3:2:4. He spent 2/5 part of his income in the ratio income on transport and entertainment in the ratio 4:5, and he deposits 2,700 in the bank. Then find the amount he spent on food, clothes and transport. Okay. So yes, നമുക്ക് നോക്കാം. ഒരു പേഴ്സൺ അയാളുടെ ഇൻകത്തിൻ്റെ 1/3 ഫുഡിനും ക്ലോത്ത്സിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് എന്താ പറയുക ചിലവാക്കുവാണ്, സ്പെൻഡ് ചെയ്യുവാണ്. അത് ഏത് റേഷ്യോയിലാണ്? 3:2
2:4 ആണ്. ഇപ്പോൾ ഒരു പേഴ്സൻ്റെ ഇൻകം സപ്പോസ് ഞാൻ എക്സ് എന്ന് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ എക്സിൻ്റെ 1/3 ആണ്, എക്സിൻ്റെ 1/3 ആണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഫുഡിന് വേണ്ടിയിട്ട്, ക്ലോത്ത്സിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഫുഡ്, ക്ലോത്ത്സ്, എഡ്യൂക്കേഷൻ ഇൻ ദ റേഷ്യോ 3:2:4. ഇനി അയാളുടെ ഇൻകത്തിൻ്റെ 2x/5 പാർട്ട് എന്തിനു വേണ്ടി ചിലവാക്കുവാണ്? അത് അയാൾ ചിലവാക്കുന്നത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇൻ ദ റേഷ്യോ 4:5. റിമൈനിങ് ഉള്ള ഈ 2700 റുപ്പീസ് അയാൾ എന്ത് ചെയ്യുവാണ്? അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക നോക്കിക്കോളൂ. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഇൻകത്തിൻ്റെ 1/3 പാർട്ട് അയാൾ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു. വേറൊരു 2x/5 അല്ലെ 2/5 പാർട്ട് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു. ഈ ചിലവൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി വരുന്ന എമൗണ്ട് ആണ് എന്ത്? 2700 അല്ലേ. ഈ ചിലവൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ട് ആണ് 2700. അത് അയാൾ എന്ത് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ ഇൻകത്തിൻ്റെ 1/3 അയാളുടെ 2x/5 ഈ 2700 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ആക്ച്വലി നമുക്ക് അയാളുടെ ടോട്ടൽ ഇൻകം ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ 2700 ഇസ് ഈക്വൽ ടു x മൈനസ് x/3 പ്ലസ് 2x/5 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5x/15 എന്ന് കിട്ടും. ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 6x/15. സോ നമുക്ക് എന്ത് കിട്ടി? 11x/15 എന്ന് കിട്ടും അല്ലേ. 11x/15 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഈ 11x/15 ഈ എക്സ് മൈനസ്, അതായത് എക്സ് മൈനസ് 11x/15 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 4x/15 ആണ്. ഇത് ഫ്രാക്ഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം നമ്മൾ ഫ്രാക്ഷൻ സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 4x/15 എന്ന് കിട്ടി അല്ലേ. 4x/15 ആണ് നമ്മൾ ആരുടെ കൂടെ ഇക്വേറ്റ് ചെയ്യുന്നത്? 2700ൻ്റെ കൂടെ ഇക്വേറ്റ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. അപ്പോൾ എക്സ് എന്താണ്? 2700 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 4 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം 100 ഉണ്ട്. അപ്പോൾ 27 ഇൻറ്റു 15 100 ഡിവൈഡഡ് ബൈ 4 എന്താണ്? 25 ആണ്. 27 ഇൻറ്റു 15 ഇൻറ്റു 25. നോക്കിക്കോളൂ. ഞാൻ ആദ്യം 27 ഇൻറ്റു 25 ചെയ്യാം. ആദ്യം 27 ഇൻറ്റു 25 ചെയ്യാം. 25 ഇൻറ്റു 25 എന്താണ്? 625 ആണ്. 625 ആണ്. അതിൻ്റെ കൂടെ 27 എന്ന് പറയുമ്പോൾ ഒരു 2 കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ 25 ഇൻറ്റു 2 50 ആണ്. സോ എനിക്ക് എന്ത് കിട്ടും? 675 എന്ന് കിട്ടും അല്ലേ. എനിക്ക് എന്ത് കിട്ടും? എനിക്ക് 675 എന്ന് കിട്ടും ഇൻറ്റു 15. ക്ലിയർ ആയോ? ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 675 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 6750 എന്ന് കിട്ടും. ഇനി ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഹാഫാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഹാഫ് ഇവിടെ 5 ആണ്. ഇങ്ങനെ തിരിച്ച് ചെയ്യാം അല്ലേ. ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 7 ആണ്, 5 ആണ്. അപ്പോൾ അങ്ങനെ ഹാഫും കിട്ടി. 5 12 1 ബാലൻസ് 1 9 അല്ലേ. 9125. നമുക്ക് എന്ത് കിട്ടി? അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? 9125 എന്ന് കിട്ടി. ഈ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായോ? ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ 2700 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 4 ആണ്. ഇവിടെ 2700നെ എങ്ങനെ എഴുതാം? 27 ഇൻറ്റു 100 എന്ന് എഴുതാം. 100 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 25 കിട്ടും. ആദ്യം ഞാൻ 27ഉം 25ഉം മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 25 ഇൻറ്റു 25 625 ആണ്. 25ന് ഇവിടെ 2 കൂട്ടുമ്പോഴാണ് 27 കിട്ടുന്നത്. സോ നമ്മുടെ വാല്യൂയുടെ കൂടെ ഒരു 50 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? 675 എന്ന് കിട്ടി. ഇനി ഞാൻ അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് രണ്ടും ആഡ് ചെയ്താൽ മതി. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഹാഫ് ആണല്ലോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ ഞാൻ അതിൻ്റെ ഹാഫ് എടുത്തു. ഇവിടെ 3 ആണ്, സോറി ഇവിടെ 3 ആണ്. സോ 10. 6ൻ്റെ ഹാഫ് 3, 7ൻ്റെ ഹാഫ് 3, ബാലൻസ് ഒരു ഇവിടെ 1 ഉണ്ടാവും, 15 വരും. 15ൻ്റെ ഹാഫ് 17, ഇവിടെ നമുക്ക് 5 കിട്ടും. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 10,125 കറക്റ്റ് അല്ലേ? 5 12 ബാലൻസ് 1, യെസ് കറക്റ്റ് ആണ്. 10,125 ഈസ് മൈ ആൻസർ. ഓക്കെ,
125. അപ്പോൾ അത് ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫുഡിനും ക്ലോത്ത്സിനും ട്രാൻസ്പോർട്ടിനും കൂടെ വേണ്ടി ചിലവാക്കിയ പൈസയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 4:5. അപ്പോൾ നമ്മൾ ഫുഡിനും ക്ലോത്ത്സിനും വേണ്ടി ചിലവാക്കിയ പൈസ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിൻ്റെ 1/3 ആണ്. അപ്പോൾ ഇതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആണ്. 3 ബാലൻസ് 1, 3 ബാലൻസ് 2, 7 ബാലൻസ് 1, 5. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടും ക്ലോത്ത്സിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് 3375 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് 3 to 4 ആണ്. നമുക്ക് ഇൻറ്റു 5/9 എന്ന് ചെയ്യാം അല്ലേ? 3 + 2 5 ആണ്, 5 + 4 9 ആണ് ടോട്ടൽ. അപ്പോൾ ഇൻറ്റു 5/9 എന്ന് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് കിട്ടുക? 3 ബാലൻസ് എന്താണ്? 27 എന്ന് പറയുമ്പം 6 എന്ന് കിട്ടും. 7 ഉണ്ട്, ബാലൻസ് എത്ര കിട്ടും? 4 കിട്ടും. 375 × 5 അല്ലേ? 375 × 5 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3750യുടെ ഹാഫ് എടുക്കാം. ഹാഫ് എടുക്കുമ്പോൾ ഇവിടെ 1 ബാലൻസ് 1, 8 ബാലൻസ് 1, പിന്നെന്താണ് 7 ബാലൻസ് 1, 5. സോ എന്താണ് കിട്ടുന്നത്? 1875. ഫുഡിനും ക്ലോത്ത്സിനും കൂടെ ചിലവാക്കുന്ന പൈസ 1875 ആണ്. എഗെയിൻ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ 2x/5 ആണ് നമ്മൾ ചിലവാക്കുന്നത്. അപ്പോൾ 10125 × 2/5 ആണ് അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും, ഇവിടെ 0 കിട്ടും, ബാലൻസ് 1, 5, ഇവിടെ 2 കിട്ടും, 25 × 2 ചെയ്യുമ്പോൾ 5 അല്ല 2 × 2 ചെയ്യുമ്പോൾ എന്താണ്? 5 × 2 10, ബാലൻസ് 1, 5, 0. 4050 ആണ് നമ്മൾ എന്തിനു വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട്? 4050 ആണ് നമ്മൾ ട്രാൻസ്പോർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചിലവാക്കണ എമൗണ്ട്. ഇനി ഈ ഒരു 2x/5 നിങ്ങൾ ഈ ഒരു രീതിയിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ടോട്ടൽ എന്തുണ്ട്? 10125 ഉണ്ട്. നിങ്ങൾക്ക് അതേപോലെ നമ്മുടെ 1/3 എത്രയാണെന്ന് കിട്ടിയില്ലേ? 1/3 നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കിയ നമ്മുടെ ഫുഡും അതേപോലെ ക്ലോത്ത്സും പിന്നെ നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കിയ 1/3 പാർട്ട് എത്രയാണെന്ന് കിട്ടി? 3375 ആണ്. പിന്നെ നമ്മളൊരു 2700 നമ്മൾ സേവ് ചെയ്തു. 5, 7, 0 ബാലൻസ് 1, 6. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാം. 6075. 5 നിന്ന് 5 പോയാൽ 0, 12 നിന്ന് 7 പോയാൽ 5 ആണ്, 0 നിന്ന് 0 പോയാൽ 0, 10 നിന്ന് 6 പോയാൽ 4. ഇങ്ങനെ മൈനസ് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഏതാണോ നിങ്ങൾക്ക് അപ്പോൾ ഒരു ഐഡിയ സ്ട്രൈക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നോക്കിക്കോളൂ. 4050യുടെ 4/9 ആണ് നമ്മൾ ട്രാൻസ്പോർട്ടിന് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ ഇവിടെ 40 എന്ന് പറയുമ്പം 4 ആണ്. ബാലൻസ് എന്താണ്? ബാലൻസ് ഇവിടെ 4 കിട്ടും. യെസ്, 450. 450 × 4 എന്ന് പറയുമ്പം നമുക്കതിനെ പറയാം 900 × 2 എന്ന് പറയാം അല്ലേ? 900 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1800. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് 1875, 1800, 7, 16, 3. 3675 ആണ് നമ്മൾ ആ ആൾ. 3675 ആണ് ആ ആൾ എന്താണ് ഫുഡിനും ക്ലോത്ത്സിനും ട്രാൻസ്പോർട്ടിനും കൂടെ ചിലവാക്കുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ചും കൂടെ നേരത്തേക്കാൾ ഇപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ടല്ലോ അല്ലേ? ഈസി ആയിട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു പോയി. നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ അതിൽ നിന്ന് പറഞ്ഞു പോയി അല്ലേ? യെസ്, ഓക്കെ. Rupees 4536 is
divided among 4 men, 5 women and 2 boys. The ratio of share of